𝐀𝐁𝐎𝐴 𝐕𝐈𝐃𝐄𝐎 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ അഥവാ നമ്മുടെ തംബ്നെയിൽസ് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് നമ്മൾ കുറേ മെനക്കെട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്ക്രേപ്പ് ചെയ്ത് ഇറേസ് ചെയ്ത് നമ്മൾ ഫിംഗറൊക്കെ വെച്ച് കുറേ കഷ്ടപ്പെട്ട് ഇറേസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ അധികം ഡിലേ ഇല്ലാണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആപ്പിലല്ല നമ്മുടെ ഈ ഒരു സംഭവം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ആക്ച്വലി വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് അഥവാ നമ്മുടെ ആ ഒരു സൈറ്റ് ബേസ് ആണ് ഇതിൻ്റെ ഒരു മെക്കാനിസം അഥവാ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിൻ്റെ പേര് എന്ന് പറയുമ്പോൾ 𝓛𝓲𝓷𝓴𝓼 എന്നാണ് സൈറ്റിൻ്റെ പേര്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഒബ്വിയസ്ലി ഷോർട്ടൻഡ് ആണ്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് കണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ പോയി ഷോർട്ടൻഡ് ലിങ്ക് ആ 2-3 ആഡൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ടൻ ചെയ്ത് അൺഷോർട്ടൻ ചെയ്തെടുക്കട്ടെ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ 𝓛𝓲𝓷𝓴𝓼 എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. ആ ഒരു ഇമേജിൽ കൊടുക്കാം. നമ്മൾ ബ്രൗസ് ചെയ്യാം. നമ്മുടെ ക്യാമറയിൽ ഇതൊക്കെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടോ ആ ഒരു പിക്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു പിക്ചേഴ്സിൽ നമുക്ക് ഏത് പിക്ചറിൻ്റെ ആണോ വേണ്ടത് ആ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അറിയാതെ കൈകൊണ്ട് ഇത് ചെയ്താണ്. നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലോഡ് ഇമേജ് കൊടുക്കാം. നമുക്ക് ബ്രൗസ് കൊടുക്കാം. ബ്രൗസ് കൊടുത്തിട്ട് ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഞാനപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ഇമേജ് അപ്ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു ഇമേജ് അപ്ലോഡ് ആയതിന് ശേഷം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനകത്ത് എൻ്റെ ആ ഒരു പിക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് എല്ലാം മാറി നമ്മുടെ ഈ ഒരു എൻ്റെ പിക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് കൊടുത്തു. ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു. ഡൗൺലോഡ് ആയപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡൗൺലോഡിൻ്റെ ഡൗൺലോഡ് HD എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മളെന്തായാലും പൈസ കൊടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. ഗതികേട് കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഒരു വേറെ വഴി ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ കൊടുത്ത് ചെയ്യണ പരിപാടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ ആ ഒരു മെത്തേഡൊന്നും പറഞ്ഞിരുന്നില്ല. അത് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചാണ് നമ്മളപ്പോൾ ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി റിമൂവ് ചെയ്തു. ഇനി വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ തംബ്നെയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ വേണ്ടേ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അതിന് നമ്മുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ബീച്ചോ എന്ത് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഒരു ആപ്പിനകത്തേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ ഒരു ആപ്പിലേക്ക് ആദ്യം വന്നിട്ട് നമുക്കൊരു പിക്ചർ ഞാൻ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിക്ചർ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം സൈസൊക്കെ വലിയ കുഴപ്പമില്ലാതെ ആ ഒരു ഇമേജിൻ്റെ സൈസ് നമുക്ക് ഏതിലേക്കുള്ളതാണ് യൂട്യൂബിലേക്കാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ റൈറ്റ് മൂലമൊക്കെ നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് കൊടുക്കാം. ഇമേജ് സൈസിൽ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് യൂട്യൂബ് തംബ്നെയിലിൻ്റെ റെസൊല്യൂഷനിലേക്ക് വരും. ഇപ്പോൾ ഞാൻ സ്ക്വയറാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള പോസ്റ്റുകളായിട്ട് ഇടാനുള്ള ആ ഒരു റെസൊല്യൂഷനിലേക്കാണ് ഞാനിപ്പോൾ കറൻ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് ഈ ഒരു ഇമേജ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് വെച്ച് കൊടുത്തിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് സെലക്ട് ആവാതെയും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇമേജ് മൂവ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലെയറിൻ്റെ ഒരു ചിഹ്നം ഈ ഒരു കാണുന്ന ലെയർ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെയർ ഈ ലെഫ്റ്റിലത്തെ കുറച്ച് 8 ഡോട്ടുകൾ കാണാൻ കഴിയും. ആ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് അഥവാ ഒരു ലെയർ താഴേക്കായിട്ട് വരുന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇമേജിൻ്റെ ലെയർ മുകളിലോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമേജ് റീസൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പിക്ചറിലേക്കായിട്ട് ഒറിജിനാലിറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യലാണ്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു ബോഡി ഫ്രണ്ടിലേക്കായിട്ട് പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് ആ ഒരു
ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ പിക്ചർ എടുത്ത ആ ഒരു ആംഗിളും ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ആംഗിളും വ്യത്യാസമാണ്. നമ്മൾ പിക്ചർ എടുത്തേക്കുന്ന നമ്മുടെ ഈ എൻ്റെ പിക്ചറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എടുത്തേക്കുന്ന ആംഗിളും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രണ്ട് ആംഗിളും തമ്മിൽ ഏകദേശം ഒരു ധാരണയിലെത്തിക്കാൻ അഥവാ ഏകദേശം ഒരു ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് സെറ്റിങ്സ് നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇമേജിൻ്റെ സെറ്റിങ്സ് വരും. ഈ ഒരു ഇമേജിനകത്തേക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പെർസ്പെക്റ്റീവ് ഓപ്ഷനിലേക്ക് പോകാം. ഈ ഒരു പെർസ്പെക്റ്റീവ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഒരു പെർസ്പെക്റ്റീവ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു ഡോട്ടുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. നമ്മൾ ഓരോ സൈഡിലേക്ക് നീങ്ങുമ്പോഴും നമ്മുടെ ആ ഒരു ഇമേജ് ഓരോ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഏത് പെർസ്പെക്റ്റീവിൽ നിന്നാണ് എടുത്തേക്കണതെന്ന് ചെറിയൊരു ധാരണ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ ഏറെക്കുറെ ശരിയായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബോഡി ഇച്ചിരി ചെറുതായതുപോലെ തോന്നി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബോഡി ഏകദേശം ആ ഒരു ആംഗിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ കളറും അഥവാ ലൈറ്റിങ്ങും നമ്മുടെ ആ ഒരു പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലൈറ്റിങ്ങും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് പോവാം. കളർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹ്യൂ മാറ്റാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു ഹ്യൂ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കളർ മാറുന്ന കാണാൻ കഴിയും. ഫുള്ള് പച്ച, മഞ്ഞ, ചുമല, പിങ്ക്, റെഡ്, ബ്ലൂ ഒക്കെ ആയിട്ട് നമുക്ക് മാറുന്ന കാണാൻ കഴിയും. എല്ലാം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തിയോ ആ മാറ്റങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റൈറ്റിലത്തെ ഈ ഒരു 360 ഡിഗ്രിയുടെ ഒരു ചിഹ്നമുണ്ട്. ആ ഒരു സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയ്ഡ് ചെയ്ത ഈ ഒരു എഫക്റ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ ആ ഒരു എഫക്റ്റിലെ ചേഞ്ച് എല്ലാം റീസെറ്റായിട്ട് ഡീഫോൾട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രൈറ്റ്നസ്സും ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സാച്ചുറേഷനാണ്. ഈ ഇമേജിൽ നല്ല സാച്ചുറേറ്റഡ് ഇമേജാണ്. അപ്പോൾ നമ്മൾ സാച്ചുറേഷനും ഇച്ചിരിയും കൂടി കൂട്ടുന്നുണ്ട്. ഇച്ചിരി പൊടിക്ക് സാച്ചുറേഷൻ്റെ അളവാണ് കൂട്ടുന്നുള്ളൂ. സാച്ചുറേഷൻ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയുടെ സാച്ചുറേഷൻ ബോഡിയുള്ള ഇമേജസ് അപ്പോൾ നമ്മുടെ സ്കിൻ വരുന്ന ഇമേജസ് സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ഓൾമോസ്റ്റ് ഒരു റെഡ് കളർ പോലെയാവും. അത് വലിയ മെന ഉണ്ടാവില്ല കാണാനായിട്ട് പിക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു സാച്ചുറേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ബ്രൈറ്റ്നസ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ബ്രൈറ്റ്നസ് നമ്മളിട്ടു. എന്നിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടി സണ്ണി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് വെതറാണെന്ന് കാണിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് ഒരു പൊടിക്കൊന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പിക്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പിക്ചർ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഈ മേലുള്ള സേവ് ബട്ടൺ ഉണ്ട്. ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എസ് ഇമേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സേവ് എസ് ഇമേജ് ഓപ്ഷനിൽ നമുക്ക് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ JPG അല്ലെങ്കിൽ PNG കൊടുക്കാം. PNG എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ PNG സേവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ JPG കൊടുത്താൽ മതി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാ കൊടുക്കാം. ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ കിടക്കട്ടെ എന്ന് കൊടുക്കാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വൈഫൈ അഥവാ നമ്മുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം. വൈഫൈ ഓർ നെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും വരാം. അൾട്രാ കൊടുക്കാം. സേവ് ടു ഗാലറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് നമുക്ക് ഫൈനലി സേവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ നെറ്റ് അഥവാ വൈഫൈ വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറിനെ അകത്തേക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ കാണാൻ കഴിയും. പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡറിനകത്തേക്കായിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇമേജിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെയും നമുക്ക് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ജസ്റ്റ് സെലക്ട് ആക്കിയാൽ മതി. ലോക്ക് ചെയ്ത് ഓൾറെഡി അൺലോക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ ലെയറിൽ നിന്ന് എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റും കൺട്രോൾസൊക്കെ മാറ്റാൻ കഴിയുന്നതാണ്. നമുക്ക് കളർ ഫിൽറ്റേഴ്സ് മാറ്റി നമുക്ക് സാച്ചുറേഷൻ പൊടിക്ക് കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബ്രൈറ്റ്നസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ്സും കുറയ്ക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
അതിനനുസരിച്ച് നമ്മുടെ പിക്ചറിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമ്മൾ സേവ് ആക്കുക, സെറ്റ് ആക്കുക. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു പരിപാടിയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കാം. ഈ remove.bg എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റ്, remove.bg എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് വരുന്ന സൈറ്റ് അവരുടെ തന്നെ ആയിരിക്കും. അപ്ലോഡ് ഇമേജ് കൊടുക്കാം. അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് ഏത് പിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പിക്ക് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പിക്ചറിനകത്ത് നിന്ന് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ആ ഒരു ബോഡി മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു പിക്കും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടെസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോഴും എൻ്റെ ബോഡി മാത്രം അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ബാക്കിയൊക്കെ വെച്ചിട്ട് ബാക്കി എല്ലാ ഐറ്റംസും അതിനകത്ത് നിന്ന് റിമൂവ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമനോയിഡ് ഒബ്ജക്ട്സ് അഥവാ ഹ്യൂമൻ ബേസ്ഡ് ഒബ്ജക്ട്സ് ആണ് ഈ ഒരു സംഭവത്തിനകത്ത് അഥവാ ഈ ഒരു മെത്തേഡ് വഴി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ ഹ്യൂമൻ ബേസ്ഡ് ഒബ്ജക്ട്സ് അഥവാ നമ്മുടെ ആനിം ക്യാരക്ടേഴ്സ് അഥവാ അങ്ങനെയുള്ള ഒരു ഫേസ് ബേസ്ഡ് ഐറ്റംസ് അല്ലാതെ ഉള്ളതെന്ന് പറയുമ്പോൾ ഐറ്റംസിൽ ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് ഒക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാറ്റഗറിയിലായിരിക്കും. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI വെച്ചാണ് ഈ ഒരു സംഭവം ഒരുമാതിരിപ്പെട്ട സംഭവമൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മെത്തേഡ്സ് അഥവാ മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചാണ്. അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മുടെ ബോഡി ബേസ്ഡ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അഥവാ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള ഒബ്ജക്ട്സ് എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി വരുന്നൊരു പിക്ചറിൽ നമ്മുടെ ബോഡി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും ഈ ഒരു സംഭവത്തിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. ഇനി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം അഥവാ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മാത്രം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബ്ലർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മാത്രം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലർ ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 3 ലെവൽ ഓഫ് ബ്ലർ ഉണ്ട്. വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെ തന്നെ അഥവാ വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ഇത് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലർ റീസെറ്റ് ആക്കാം. ബ്ലർ റീസെറ്റ് ആക്കിയിട്ട് ഇപ്പോൾ കാണാൻ കഴിയും. ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിനകത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു നമ്മുടെ കിട്ടുന്ന ആ ഒരു അപ്ലോഡ് ചെയ്ത ഇമേജായിട്ട് ആ ഒരു ഇമേജിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് അവർ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്ത് തരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തും അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ആ ഒരു ഫോട്ടോയിൽ നല്ല രീതിക്ക് ആ ഒരു ഞാൻ നിൽക്കുന്നതും ആ ഫോട്ടോയിലുള്ളതൊക്കെ ആയിട്ട് നല്ലോണം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഇത് റീസ്റ്റോർ ചെയ്യണം, നമ്മുടെ പോയ ഭാഗം നമ്മൾ ഇത് ചെയ്ത് പോയ ഭാഗം റിമൂവ് ചെയ്ത് പോയ ഭാഗം റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഇമേജിലുണ്ടായ ആ ഒരു സ്ഥലം ഇതിനകത്തേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു സ്ഥലത്തുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ കണ്ട നമ്മുടെ ആ ഒരു റിമൂവ്ഡ് ഭാഗമായിട്ട് നമ്മുടെ ഫുള്ളി റിമൂവ്ഡ് ഈ ഒരു ഇമേജായിട്ട് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ വീഡിയോ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ തന്നെയായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.